CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നില്ല. പൊതുസമ്മേളനം ഇല്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ പരിപാടി റദ്ദാക്കിയത്. കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങളിൽ കൊല്ലം ജില്ലാ നേതൃത്വത്തെ പ്രതികൾ ഇന്ന് കാര്യമായി കുടഞ്ഞു. ആർ ശ്രീജിത്ത് മയ്യനാട് നിന്നും തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വരുമെന്നൊരു പ്രതീക്ഷ കൊല്ലത്തെ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നോ? നമസ്കാരം. നാളെ ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി മയ്യനാട് എത്തുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടി. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ജില്ലാ നേതൃത്വം തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് സാധാരണ CPM-ന്റെ സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോഴുള്ള പോലെ പൊതുസമ്മേളനമില്ല. പാർട്ടി കോൺഗ്രസിന് ആതിഥ്യം അരുളുന്നത് കൊല്ലമായതുകൊണ്ട് രണ്ട് പ്രകടനങ്ങൾ വേണ്ട. അപ്പോൾ പാർട്ടി കോൺഗ്രസിന് വിപുലമായൊരു പ്രകടനം പൊതുസമ്മേളനവും നടക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകളെ അതിനുവേണ്ടി കൊണ്ടുവരേണ്ടതില്ല എന്ന് തീരുമാനിച്ച് പൊതുസമ്മേളനം ഒഴിവാക്കി ായിരുന്നു. പൊതുസമ്മേളനങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പരമാവധി ജില്ലാ സമ്മേളനങ്ങളിലും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആണ് മുഖ്യമന്ത്രി നാളത്തെ സന്ദർശനം ഒഴിവാക്കിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും മുഖ്യമന്ത്രിയുടെ വരവിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നില്ല എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി കുമരകത്താണ് ഉള്ളത്. നാളെ ഉച്ചയ്ക്ക് കുമരകത്ത് നിന്ന് തിരിച്ച് അദ്ദേഹം നേരെ തിരുവനന്തപുരത്തേക്ക് തന്നെ പോകുമെന്നാണ് ഇപ്പോൾ പുതുക്കിയ യാത്രാ ഷെഡ്യൂൾ പ്രകാരം ഉള്ള വിവരം. ഇന്ന് CPM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ച വൈകുന്നേരത്തോടെ അവസാനിച്ചു. ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി S. സുദേവൻ ചർച്ചയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയുകയും ചെയ്തു. ചർച്ചയിൽ ഇന്ന് കരുനാഗപ്പള്ളി വിഷയത്തിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. കരുനാഗപ്പള്ളി വിഷയത്തിൽ കരുനാഗപ്പള്ളിയിലെ നേതാക്കന്മാരുടെ ചുമലിൽ മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ജില്ലാ നേതൃത്വത്തിന് കൈകഴുകാൻ കഴിയില്ല. റിപ്പോർട്ടിൽ എത്ര പേജ് എഴുതി വെച്ചാലും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ജില്ലാ നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ വരെ പൂട്ടിയിടുന്ന സ്ഥിതി ഉണ്ടായി. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം ഉണ്ടായി. ഇവർക്കെതിരെ ഒന്നും നടപടിയില്ല. അപ്പോൾ നടപടിയില്ലാതിരിക്കണമെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പിന്തുണ ഇവർക്കുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള ഒരു മുൻ DYF നേതാവ് വിമർശിച്ചത്. കല്ലട ഈസ്റ്റ് അടക്കമുള്ള ഏരിയ കമ്മിറ്റികളുടെ പ്രകൃതികളും കരുനാഗപ്പള്ളി വിഷയം സജീവമായി ഉന്നയിച്ചു. നാളെയാണ് പുതിയ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ്. പുതിയ ജില്ലാ സെക്രട്ടറിയെയും നാളെ തെരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.